അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് തറാവിഹ് കഴിഞ്ഞ് വീട്ടിലെത്തി. അത് സീനത്തിൻ്റെ ഉപ്പ തൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ കുറച്ച് സമയം കൊഞ്ചിച്ചു. അങ്ങനെ ഉപ്പാക്ക് ഭക്ഷണം ഉമ്മ വിളമ്പി കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് സീനത്തിൻ്റെ ഉപ്പയും ഉമ്മയും സംസാരിച്ചിരിക്കുകയാണ്. അതെ, പിന്നെണ്ടല്ലോ. എന്തേ ഇക്ക, എന്തേ? അത് എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യങ്ങൾ പറയണത്? എന്ത് കാര്യം കേൾക്കാനുള്ളത്? അല്ല, ജീവിതത്തിൻ്റെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോട്ടെ. ഓളായിട്ടന്നല്ലേ ഓളെ ജീവിതം കേടെടുത്തിയത്? നമ്മളൊന്നല്ലല്ലോ. നമ്മൾ അന്ന് എത്ര പറഞ്ഞു, മോളെ നീ തിരിച്ചു പോരും മോളെ, കേട്ടില്ലല്ലോ. വേണ്ട, ഇനിയും അവളങ്ങനെ പറയണ്ട. പിന്നെ എന്താ ഇക്ക ഞാൻ ചെയ്യുക? മനസ്സിൻ്റെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ ഓളാ പ്രവൃത്തി കൊണ്ട്? എന്തൊക്കെ തന്നെയല്ലോ ആ ചങ്ങായി ഏതായാലും ജയിലിലായല്ലോ, അതും വലിയത്. അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അവരൊക്കെ അല്ലേക്ക, ഏതായാലും ആളുകൾ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. ഇനി ഓന് എണീറ്റ് നടക്കൂല എന്ന് തന്നെ വെക്കാം. എന്നാലും ഓളെ ഭാവി ജീവിതം നഷ്ടപ്പെട്ടു. ഓൾക്ക് ഭാവി ഇല്ലാതായില്ലേ? ഓള് ആ കുഞ്ഞിനും കൊണ്ട് നമ്മളെ കാലം കഴിഞ്ഞാലൊക്കെ എങ്ങനെ ജീവിക്കും എനിക്കറിയണില്ല. ശരിയാണ്, കുഞ്ഞിൻ്റെ ബാപ്പ ചെലവിനൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ അതൊക്കെ മറ്റോളത്തിൽ ഇനി മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും ഉണ്ടാവില്ല. ഈ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയല്ലേ. അതൊക്കെ നല്ല പെണ്ണാണ്. ആ പെണ്ണ് പത്തര മാറ്റ പെണ്ണാണ്. അതെ, ആ പെൺകുട്ടി ബത്തൂർ എന്ന പേരുള്ള പെൺകുട്ടി മാഷാ അല്ലാ, നമ്മുടെ മരുമകനിക്ക് ഏറ്റവും അനുയോജ്യമായ പെണ്ണ് അവൾ തന്നെയാണ്. അതൊക്കെ ശരി തന്നെയായിരിക്കാം. എന്തപ്പോൾ നമ്മളെ മോളെ ഭാവി ജീവിതം നഷ്ടപ്പെട്ടില്ലേ? ഇനി വേറുള്ളടത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ ഒന്ന് സബൂറാകു പെണ്ണേ, സബൂറായിരിക്കേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓളെ ജീവിതത്തിൽ വിധിച്ചതായിരിക്കും ഇതൊക്കെ. നീ വിഷമിക്കല്ലേ, ഇങ്ങനെ ടെൻഷനല്ലേ. എൻ്റെ പൊന്നാരിക്ക, ഞാൻ എന്താ ചെയ്യാം? ഇനിയിപ്പോൾ മോനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം. ഇനി മോനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാലും ഇവളിവിടെ കെട്ടിച്ച് ഒഴിവാക്കിയ അല്ല മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണ് ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അതാർക്കും പറ്റൂല. അതെ, നമ്മളെ മോനും കെട്ടുപ്രായം അയക്കണല്ലോ. പക്ഷേ റബ്ബേ, നമ്മളെ മോൻ്റെ സ്വഭാവം ഇതുവരെയായിട്ടും നല്ല രീതിയിൽ തന്നെയാണ്. നല്ല സ്വഭാവമാണ്. നല്ല വേദനയാണ് പെങ്ങളെ കുട്ടി പെങ്ങളൊക്കെ അത്രക്കും. പക്ഷേ ഇനിയൊരു വേറൊരു പെണ്ണ് കയറി വന്നാൽ അതെ, ആ പഴയ സ്വഭാവവും ആ സ്നേഹമൊക്കെ പോകും. അധികം ആങ്ങളമാരുടെ പരിപാടി അത് തന്നെയാണ്. കാരണം പെങ്ങന്മാരെ ആദ്യമൊക്കെ വലിയ കാര്യമായിരിക്കും. പിന്നെ ഓലെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കയറി വന്നാൽ പതുക്കെ പതുക്കെ ആ സ്നേഹമൊക്കെ അങ്ങോട്ട് ഇല്ലാതാവും. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കണ്ട. നമ്മുടെ മോൾക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കഞ്ഞ് വഴിയുള്ളൂ. അത് കേട്ടാ ഉമ്മ ആരെ കിട്ടാനേ? ഒരു കുട്ടി കൊണ്ടുപോവോ നമ്മളെ മോളെ? അത്രയും തെറ്റ് ചെയ്തതല്ലേ. നീ ഒന്നും പതുക്കെ പറയുള്ളൂ, കേൾക്കണ്ട. ഞാൻ പതുക്കെ തന്നെ പറയണത്. അല്ലേ, നിങ്ങളത് പറയണ്ടല്ലോ. എൻ്റെ മനസ്സിൽ എത്രമാത്രം സങ്കടവും വേദനയും പ്രയാസം ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. ഞാൻ അവളെ പെറ്റ തള്ളല്ലേ. നമ്മളുള്ളപ്പോൾ തിരക്കിടില്ല, നമ്മളില്ല ഞാൻ അവളെ സ്ഥിതി എന്തായിരിക്കും? അവൾ ആർക്കെങ്കിലും പറ്റുമോ? ആരും കെട്ടിക്കൊണ്ടുപോകില്ല. അത്രക്കും ദുൽമ അവൾ കാട്ടിച്ചത്. ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകുമോ? ആര് കെട്ടിക്കൊണ്ടാവാൻ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണില്ല റബ്ബേ. നീ കരയല്ലേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ്. നീ അപ്പോഴൊക്കെ ടെൻഷൻ. എന്ത് കാര്യം പറയാനും എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ റബ്ബേ, അല്ലാഹ് എന്നെക്കൊണ്ട് കഴിയൂല റബ്ബേ ഇത് സഹിക്കാൻ. ആ കുട്ടിയുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ സങ്കടമൊക്കെ പോവും. ഏതായാലും ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞിനെങ്കിലും കിട്ടി, അതും വലിയ കാര്യം തന്നെയല്ലേ. നീ കുഞ്ഞിനെ ഓല് കൊണ്ടുപോകുമോ? കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനോട് ചോദിക്കുമല്ലോ കുട്ടിക്ക് ആരെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഉറപ്പായിട്ടും പറയും എൻ്റെ ഉപ്പച്ചിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ കുട്ടി പോവുകയും ചെയ്യും. പിന്നെ ഈ വീടിൻ്റെ സന്തോഷം അതോടുകൂടി നഷ്ടപ്പെടും. നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നമ്മളെ മോളിവിടെ അനാഥമായി ഇവിടെ നിൽക്കുകയും ചെയ്യും. ശരിക്കും ആ ഉമ്മ കരയുകയായിരുന്നു. ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല. നീ ഇങ്ങോട്ട് വാ അകത്തേക്ക്. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ അകത്തേക്ക് എത്തി. എടി, നമ്മളെ മോൾക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നാളെ അവളെ പെണ്ണ് കാണാൻ വരും. ശരിക്കും? ഉമ്മ ഞെട്ടിപ്പോയി. നിങ്ങളെന്താ മനുഷ്യ പറയണത്? ഓള് പെണ്ണാണാൻ വരേ? എൻ്റെ റബ്ബേ, ആര് കാണാം? ഇതെല്ലാവരും അറിയണല്ല സംഭവം. പിന്നെ ആരായിട്ട് കാണാൻ? നാട്ടുകാരും വീട്ടുകാരും അടക്കി അറിഞ്ഞിക്കണ്. അതെ, നിങ്ങളെ മോള് രാജേഷിൻ്റെ കൂടെ പോയി എന്നുള്ള കാര്യം.
എന്നിട്ടിപ്പോൾ ആരോളെ പെണ്ണാണാൻ വരുന്നേ? ഏ, ആരെങ്കിലും വരുമോ? ഒരിക്കലും വരൂല. ആര് വരുന്നേ? ഇല്ല. നിങ്ങൾ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ അല്ല, ഒരു വരുന്നുണ്ട്. ഈ ഒരു ചെറിയ കുട്ടിയുള്ള ഈ സമയത്ത് പെണ്ണ് കാണാൻ വരേ? അതിനെന്താ, ഓൽക്കൊക്കെ അറിയാമെന്നാ തോന്നുന്നത്. എൻ്റെ പൊന്നാരിക്ക, നിങ്ങൾ എന്നെ പൂതി വെപ്പിക്കല്ലേ. നമ്മളെ മോളെ തന്നെ, മോളോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി ഈ കാര്യങ്ങളൊക്കെ ഒന്ന്, എന്നിട്ട് മതി ബാക്കി പറച്ചില്. എന്നാൽ ഈ സമയം മോളോട് പറയുവാൻ വേണ്ടി അതാ ആ പിതാവ് അങ്ങോട്ട് ചെല്ലുന്നു. എന്നാൽ അവൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതെ, അവൾ കുഞ്ഞിനെ പാലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണീരൊഴുക്കിക്കൊണ്ടായിരുന്നു അവൾ ഇരുന്നത്. പെട്ടെന്ന് ആ വാതിൽ തുറന്ന് അതാ ഉപ്പ വാതിലിന് പതുക്കെ മുട്ടിക്കൊണ്ട്, മോളെ മോളെ. ഉപ്പ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ആ, ആയിക്കോട്ടെ. ആ, കുട്ടി ഇറങ്ങിയോ മോളെ? ഇല്ലപ്പ. എന്തെൻ്റെ കുട്ടിക്ക് അറിയണത്? കണ്ണുകൾ നിറഞ്ഞിക്കണല്ലോ. ഒന്നുമില്ലപ്പാ, എന്നെക്കൊണ്ട് എല്ലാവർക്കും ഒരു ശല്യമാവുമല്ലോന്ന്. ശല്യോ? എന്താ മോളി ഈ പറയണത്? ഉപ്പാൻ്റെ കുട്ടീനെ കൊണ്ട് ഒരു ശല്യമില്ല. അത് ഉപ്പാൻ്റെ റൂഹ് പിരിയോളം ദാ ഞാൻ നോക്കും എൻ്റെ കുട്ടീനെ. എൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഉപ്പ. അത് എൻ്റെ ഉമ്മയും ഉപ്പ എന്നെ നോക്കുമായിരിക്കും. പക്ഷേ ഒരു പക്ഷേ ഇനിയെങ്ങാനും വേറെ അത് ഇക്കാക്കയുടെ ഭാര്യയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്കൊന്നും എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ. ആര് പറഞ്ഞു? നിൻ്റെ ഇക്കാക്കക്ക് നിന്നെ നല്ല സ്നേഹമാണല്ലോ. അതെ, അവനെന്നും ആ സ്നേഹം ഉണ്ടാവും. മോൾ ഒരിക്കൽ പോലും വിഷമിക്കണ്ട ആ കാര്യത്തിൽ ഉപ്പ. സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം ഉപ്പ. അതെ, വീട്ടിലിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴൊക്കെ ആർക്കും അത് ഇഷ്ടപ്പെടില്ല. സത്യമായിട്ടുപ്പാ. ആ ഉപ്പയുടെ കരങ്ങൾ പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നു, ഉപ്പാൻ്റെ കുട്ടി എവിടേക്കും പോകണ്ട. ഉപ്പാൻ്റെ കുട്ടിനെ നാളൊരു കൂട്ടർ പെണ്ണാണ് വരുന്നുണ്ട്. ഉപ്പ, നിങ്ങളെന്തേ പറയുന്നത്? വേണ്ടുപ്പാ, വേണ്ട. ഇനിയൊരു ജീവിതം എനിക്ക് വേണ്ടുപ്പാ, ഒരിക്കൽ പോലും. അതെ, ആയുസ്സുള്ള കാലം കുഞ്ഞിനെയും കൊണ്ട് ഞാനങ്ങ് ജീവിച്ചോളാം, എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും. ഉപ്പ, ഇനിയൊരിക്കലും ആഗ്രഹമില്ല. അതെ, മനസ്സിൽ തോന്നിയ തോന്നിവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടി ഇപ്പോൾ ഇനി ആഗ്രഹിക്കുന്നില്ലപ്പ. മോളെ, എൻ്റെ കുട്ടി അധികം പ്രായമായിട്ടില്ലല്ലോ, ചെറുപ്രായമല്ലേ. ഈ ഒരു സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഭർത്താവില്ലാതെ കഴിയാന്നൊക്കെ പറയുമ്പോൾ അതൊരിടങ്ങാറല്ലേ? ഇല്ലപ്പാ, ഒന്നും വേണ്ട. ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ പോറ്റിക്കോളാം ഉപ്പ. പറ്റുമെങ്കിൽ ഞാൻ ഏതെങ്കിലും വാടക വീട്ടിലേക്ക് മാറി നിന്നോളാം. അതെ, ഇക്കാക്കാൻ്റെ പെണ്ണ് വരുമ്പോൾ അതെ, ഒരിക്കലും അവർക്കൊരു ഭാരം ആവരുതല്ലോ. മോളെ, നീ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കല്ലേ. ഏതായാലും നാളെ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവരൊന്ന് കണ്ടുവന്ന് പോയിക്കോട്ടെ കേട്ടോ. എൻ്റെ കുട്ടീനെ ഉപ്പ. എൻ്റെ ചരിത്രങ്ങൾ അറിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നെ ഒരിക്കൽ പോലും. ഇല്ലുപ്പ, വേണ്ട. എന്തിനാണ് വേണ്ടാത്തത് നിൽക്കുന്നത്? എനിക്കൊരു വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കണ്ടേനെ. ഞാൻ ജീവിച്ച് മടുത്ത് മതിയായി എനിക്ക്. ഇല്ല മോളെ, നീ വിചാരിച്ച പോലെ ഉപ്പ, ഞാൻ ഒരുപാട് പീഡനങ്ങൾക്കിരയായിട്ടുണ്ട് ഉപ്പ, പല രീതിയിലും. ഇനിയൊരിക്കലും ഒരാണിൻ്റെ മുഖം എനിക്ക് കാണണ്ട ഉപ്പ. ഒരാണിനെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്കാവുന്നില്ല. അതെ, ഞാൻ എൻ്റെ മനസ്സിൻ്റെ അന്ന് ആഗ്രഹം കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരുന്നു. അന്ന് എനിക്ക് എൻ്റെ ഉപ്പയും എൻ്റെ ഇക്കാക്കയും എൻ്റെ ഉമ്മയൊക്കെ കണ്ടെത്തി തന്ന ഉസ്താദ് ഉപ്പ, ഞാനായിട്ട് ആ ഹിദായത്തിൻ്റെ വഴി അങ്ങ് വിട്ടൊഴിവാക്കി. സത്യമായിട്ടും അന്ന് ഉസ്താദ് എന്ന് വെച്ചാൽ എനിക്ക് പുച്ഛമായിരുന്നുപ്പാ. ആ ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്നതും പർദ്ദ ഇടുന്നതൊക്കെ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ഷെഫി ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഒരിക്കൽ പോലും എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ അതുമായി വരരുത് എന്നുള്ളത്. അങ്ങനെ പലതും പറഞ്ഞ് അപമാനിച്ചിരുന്നു ഉപ്പ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഞാൻ മറ്റൊരു ജീവിതത്തിൻ്റെ സുഖം തേടിയപ്പോഴേക്കും ഇങ്ങനെയായിരുന്നു അവസ്ഥ. ഒരു പെൺകുട്ടികളും ചതിക്കപ്പെടരുത്. അത് എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ് ഉപ്പ. ഒരിക്കൽ പോലും. മാത്രമല്ല, എനിക്കിതിനെക്കുറിച്ചൊരു മോട്ടിവേഷൻ ക്ലാസ്സും എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ഒരു പെൺകുട്ടിയും ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. മോള് എന്നാൽ ഏതായാലും എൻ്റെ കുട്ടി ഡിഗ്രിയൊക്കെ പഠിച്ചതല്ലേ, ഇവിടെ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുക ചെയ്യുക കേട്ടോ ഉപ്പ. എനിക്ക് കൊടുക്കാൻ തോന്നുന്നത്
ഒരു മോട്ടിവേഷനാണ്. മോട്ടിവേഷനോ? മോളെ, നീ മോട്ടിവേഷന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ നിന്നെ കളിയാക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ ആളുകൾ നിന്നെ കളിയാക്കിയേക്കാം. കാരണം നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ. പക്ഷേ അത് അനുഭവം ഗുരു എന്നാണല്ലോ. അതെ, നിനക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും നിനക്ക് തോന്നിയതും. അതെ ഉപ്പ, ഒരു പെൺകുട്ടികളും ഒരു ചതിയിലും പെടാൻ പാടില്ല. അതിനെക്കുറിച്ച് എനിക്ക് ഒരു ക്ലാസ് കൊടുക്കണം മോളെ. അതൊക്കെ അതെ ഉപ്പ, കുറച്ച് പെൺകുട്ടികളുടെ അടുത്തേക്ക് എൻ്റെ ഒരു സന്ദേശം എത്തിക്കണം. മക്കളെ, മാതാപിതാക്കളെയും ഭർത്താവിനെയും സ്നേഹത്തോടു കൂടെ അവരുള്ള കാലം അവരെ നമ്മൾ സ്നേഹിക്കണം. അവർക്കൊരിക്കൽ പോലും സമാധാനം ഇല്ലാതാക്കരുത്. ഒരിക്കൽ പോലും അവരുടെ മനസ്സൊരിക്കൽ പോലും വേദനിപ്പിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെയും അതെ ഭർത്താവിൻ്റെയും അവരുള്ള കാര്യം അവരെ സ്നേഹത്തോടു കൂടി നോക്കുക. ഉപ്പ, ഞാൻ എത്രക്കും ഷെഫി ഉസ്താദിനെ എത്ര വട്ടം വിളിക്കും എന്നെ. സീനത്തെ, എന്താ മോളെ നീ എന്നോട് മിണ്ടാത്തത്? നീ എന്നോട് എന്താ മിണ്ടാത്തത്? നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്തും ഞാൻ വാങ്ങിത്തരല്ലോ. നീ എന്താ മോളെ ഇങ്ങനെ? പലവട്ടം എന്നോട് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ ഫോൺ കട്ടാക്കുമായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഉപ്പ, ബിസി ആക്കുമായിരുന്നു. എന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ്. അത് ആ ഉമ്മയെ ഞാൻ മെഡിസിൻ പോലും എടുത്തു കൊടുക്കാതെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സീനത്ത്. അതൊക്കെ പറയണം മോളെ, അതൊക്കെ കഴിഞ്ഞു പോയി. പടച്ച റബ്ബിനോട് തവക്കലാക്ക് നീയെ. ഉപ്പ, എനിക്ക് ആ ഉമ്മയുടെ കാൽക്കലൊന്ന് വീഴണം ഉപ്പ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ ഉമ്മയോട് എനിക്ക് പൊരുത്തപ്പെടിപ്പിക്കണം. അതില്ല എങ്കിൽ എനിക്ക് അവരുടെ ശാപം കിട്ടും. മോളെ, നീ അതൊന്നും ഇപ്പോൾ ചിന്തിക്കല്ലേ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഉപ്പ, എന്തായാലും വേണ്ടില്ല. ഷെഫി ഉസ്താദിന് ഉമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതെ, രാവിലെ ഒരു ജോലിയും ചെയ്ത് കൊടുക്കാതെ ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി നേരെ ചായയും കുടിച്ച് പോന്നിട്ടുണ്ട്. പാവം, എനിക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടാവും. രാവിലെ ഒരു ജോലിക്കും ഞാൻ കൂടി കൊടുക്കാറില്ല. ഞാൻ അത്രക്കും, അഥവാ കറികളിൽ ഉപ്പ് കയറിക്കഴിഞ്ഞാൽ, ഉപ്പേരിയിൽ മുളക് കയറിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് ചൂടാവാറുണ്ട്. എന്തൊക്കെ ഒന്ന് കണ്ടും കേട്ട് ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞ്. പാവം ഉമ്മയാണ്. പാവം ഉമ്മ ഒന്നും മിണ്ടില്ല. മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉമ്മ ഉണ്ടാക്കിത്തരാം, എന്നാലും മോളെ കഴിച്ചിട്ട് പോകണം കേട്ടോ എന്ന് പറയും. അത് ഞാൻ കഴിക്കാതെ പോകുന്ന എത്രയോ ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് വാശി പിടിച്ചിട്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ പാവം ഉമ്മാണ്. ഇപ്പോഴും ആ ഉമ്മാക്ക് ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ റബ്ബെ. എനിക്ക് ഒരുപാട് വെച്ച് വിളമ്പി തന്നിട്ടുണ്ട്. മോളെ, ഇപ്പം ഒന്നിപ്പോൾ ആലോചിക്കണം. ഉപ്പ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. അതെ, ഞാൻ ഇനി മറ്റൊരുത്തൻ്റെ ഭാര്യയായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല ഉപ്പ. മോളെ, എൻ്റെ കുട്ടിയുടെ കാര്യങ്ങൾ ഞാൻ ഒരാളുടെ കൈകൾ ഏൽപ്പിച്ച് കൊടുക്കാഞ്ഞാൽ അത് വേണ്ടപ്പ, ഒരിക്കലും അത് നടക്കില്ല. സീനത്ത് അതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. അത് മോളുടെ സമ്മതമില്ലാതെ ഇപ്പം എന്താ ഞാനിപ്പോൾ ചെയ്യാം? എന്നാൽ ഈ സമയം അതാ ഉപ്പ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നു. നേരെ അതാ നമ്മുടെ ആസിഫ് എസ്.ഐക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. ആ, എന്തുപ്പ, എന്താണ് സീനത്ത് പറഞ്ഞത്? മോനെ, എന്താ ചെയ്യുക, അവൾക്ക് അവളുടെ ജീവിതത്തിൽ വല്ലാത്ത ഷോക്കേറ്റില്ലേ. മാത്രമല്ല അവൻ്റെ കൂടെ പോയപ്പോൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പല രീതിയിലെന്നാണ് പറയണത്. ഓള് പറയാണ്, ഒരിക്കൽ പോലും ഞാനിനി ഒരാളുടെ മുമ്പിലേക്കും ഞാൻ പോകില്ല, എനിക്ക് എൻ്റെ ശരീരം ആകപ്പാടെ കേടുവന്നതാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ഓള് പറയുന്നത്, ഒരിക്കൽ പോലും എനിക്കതിന് ഇഷ്ടമല്ല, ഞാനിവിടെ എന്ത് ജോലിക്കും പോയിട്ട് എൻ്റെ കുഞ്ഞിനെ പോറ്റിക്കോളാം എന്നൊക്കെ പറയുന്നത്. എന്നാൽ ആസിഫ് അസി പറയുന്നു, ആ അതുണ്ടാകും, ആ ഒരു ഷോക്ക് മനസ്സിൽ നിന്ന് മായോളം കുറച്ച് പേടിയുണ്ടാവും, അത് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. എന്തൊക്കെ തന്നെയാലും എന്നാൽ അവളുടെ ഇഷ്ടം പോലെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലേ, ഏതായാലും ഷെഫി ഉസ്താദും ബത്തൂലും പോവുകയാണെന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ, അവർ പോയിക്കോട്ടെ. കാരണം ഇവളിപ്പോൾ ആ ഒരു ആകപ്പാടൊരു ഷോക്കിലിരിക്കുകയാണ്. അവൾ അതിൽ നിന്ന് ഇങ്ങോട്ട് മോചിതയായിട്ടില്ല. അങ്ങനെയാണ് അവൾ. എന്തൊക്കെ തന്നെയാലും അവർ പോയിക്കോട്ടെന്ന് ഇൻഷാ അല്ലാ. കുറച്ച് കഴിഞ്ഞിട്ടാക്കാം അവളൊന്ന് റെഡി ആവട്ടെ, അവളുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് റെഡി ആവട്ടെ. കാരണം അവളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചില്ലേ. അതുകൊണ്ട് ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ആ ഒരു വിവാഹാലോചന അവിടെ മുടങ്ങുകയാണ്. തൽക്കാലം അത് വേണ്ടെന്ന് വെക്കുകയാണ്. എന്നാൽ ഇത് നേരെ ഷമീറിനോട് ആസിഫ് അസി വിളിച്ചു പറയുകയാണ്. ഹലോ
ഷമീർ. ആ ഓ, സാറേ എന്തൊക്കെ? പിന്നെ ഷമീർ, ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ സാർ? അതായത് നാളെ നമ്മുടെ പെണ്ണ് കാണാൻ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് തൽക്കാലം ഇപ്പോൾ പോകണ്ട. ഷമീറിൻ്റെ മനസ്സ് വല്ലാതിങ്ങ് വേദനിച്ചു. എന്തു പറ്റി സാർ? അത് അവൾ കടുത്ത ഡിപ്രഷനിലാണ്. ഇൻഷല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ശരിയാവും. അവളിപ്പോൾ പറയുന്നത് എനിക്ക് വിവാഹം കാര്യങ്ങളും ഒന്നും വേണ്ട. അവൾ ആകെ ഒരു മാനസികമായ വെല്ലുവിളി നേരിടുന്ന രീതിയിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഷമീറിനത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി. സാർ, അത് ഞാൻ അവളെ എങ്ങനെ വെച്ചാൽ മാനേജ് ചെയ്തോളാം. എനിക്കറിയാം അവളെ എങ്ങനെ നല്ല രീതിയിലാക്കി എടുക്കുക എന്നുള്ളത്. അതെ, ഞാൻ എന്തൊക്കെ തന്നെയാലും ഷമീറിന് വല്ലാത്തൊരു സങ്കടമായി അത് കേട്ടപ്പോൾ. അതെ, അവൻ പറഞ്ഞു, സാർ ഷമീർ നീ ക്ഷമിക്ക്, കുറച്ചുകൂടെ ക്ഷമിക്കുക. അവൾ ഡിപ്രഷനൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് റെഡി ആവട്ടെ, എന്നാലല്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ നീ ആ ഡിപ്രഷനുള്ള കുട്ടിയെ നിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ നിനക്ക് അവളെയും കൂടെ നോക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഒന്ന് റെഡി ആവട്ടെ, ഇൻഷാ അല്ലാ, അതല്ലേ നല്ലത്. എന്തൊക്കെ തന്നെയാലും അത് ഷമീറിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഷമീർ അത് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഉമ്മ, മോനെ എന്താ മോനെ ഉറങ്ങുന്നില്ലേ? ഉമ്മ. ആരാ മോനെ വിളിച്ചത്? ഉമ്മ, നാളെ അവർ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷമീർ വിതുമ്പി കരഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് വല്ലാത്ത വിഷമായി. മോനെ കരയല്ലേ എൻ്റെ കുട്ടി കരയല്ലേ? എൻ്റെ കുട്ടിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നോ ഓളോട്? എൻ്റെ റബ്ബേ, ഉമ്മ അറിഞ്ഞില്ലല്ലോ ഇത്രയധികം എന്നുള്ളത്. മോനെ, ഉമ്മ എന്താ പറഞ്ഞത് അവർ? ഓളിപ്പോൾ ഒന്നിനും സമ്മതിക്കണില്ല. അതേ മോനെ, അതെങ്ങനെ സമ്മതിക്കാനാ? ഒരു പ്രസവം കഴിഞ്ഞ പെണ്ണും പിന്നെ എങ്ങനെയൊക്കെ മറ്റൊരുത്തൻ്റെ കൂടെ പോയി ഇടങ്ങാറായ പെണ്ണും എല്ലാം കൂടെയൊക്കെ ആവുമ്പോഴേ ഓൾക്ക് ആ പഴയ ഉമ്മ ഇനി അതിനെക്കുറിച്ച് പറയണ്ട. അത് ഞാൻ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതെ, ഞാൻ ജീവിക്കുകയാണെങ്കിൽ സീനത്തിൻ്റെ കൂടെ പുതിയൊരു ജീവിതം, ഒരിക്കലും പഴയ അധ്യായങ്ങൾ മറിച്ച് നോക്കാൻ ഞാൻ അനുവദിക്കില്ല അവളെ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അവൾക്ക് വീണ്ടും ഡിപ്രഷൻ വരാൻ തുടങ്ങും. അതുകൊണ്ട് ഒരിക്കൽ പോലും ആ അധ്യായം വേണ്ട മോനെ. അത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് തന്നെ ആയിരിക്കും എന്തായാലും കരുതിയൊക്കെ വളർത്തുക. നമ്മളെക്കൊണ്ട് കഴിഞ്ഞ ഇത് നമ്മൾക്കുള്ള ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ കൂട്ടാക്കണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇൻഷാ അല്ലാ എൻ്റെ മോൻക്ക് ഓളല്ലെങ്കിൽ വേറെ കിട്ടും കേട്ടോ, മോൻ വിഷമിക്കണ്ട. ഉമ്മ, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഇനി ഓള് മതി ഉമ്മ. മോനെ, എൻ്റെ കുട്ടിക്ക് കെട്ടിക്കാത്ത കുട്ടികളൊക്കെ വേണേൽ കിട്ടുമല്ലോ. മോന് വാശി പിടിക്കൊന്നും വേണ്ട. അല്ലുമ്മ, അതെ, ഓളെ രക്ഷിച്ചപ്പം മുതൽ മനസ്സിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയൊരു മുഖമായിരുന്നു. അതെ, എന്തൊക്കെ തന്നെയാലും ഓളെ സ്വന്തമാക്കിയാലോ എന്ന് വരെ ഞാനല്ല, എൻ്റെ മനസ്സാണ്. അല്ലാതെ മോനെ, എൻ്റെ കുട്ടിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അത് നമുക്ക് നോക്കാം. പക്ഷേ അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല മോനെ. എന്നാൽ അത് കേട്ട് ഷമീറിന് ആകെപ്പാട് ടെൻഷനായി. അവനന്ന് തൻ്റെ ആ പായയിലേക്ക് കിടക്കാൻ നിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഇനിയെങ്കിലും എൻ്റെ കുട്ടി ആ റൂമിലേക്ക് കയറി കിടന്നോ. അല്ലാതെ അവൾക്ക് വേണ്ടി കാത്തിരുന്ന് റൂം ഒഴിച്ചിട്ടിട്ട് നീ ഈ വരാന്തയിൽ വെറുതെ എന്തിനാ കിടക്കണം മോനെ, ഈ ഇടവഴിയിൽ? ഉമ്മ, അല്ല, എൻ്റെ കുട്ടിയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ, എനിക്ക് സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. എന്നാലും ഓൾ അങ്ങനെ പറഞ്ഞില്ലേ ഉമ്മ. അതൊരു പക്ഷേ ആളറിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. മോനെ എന്തായാലും വേണ്ടിയില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു വിവാഹം അന്വേഷിക്കാം, അതായിരിക്കും നല്ലത് കേട്ടോ. ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ കുട്ടിൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് എത്രയോ പെൺകുട്ടികൾ വാപ്പാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുട്ടീനെ കണ്ടാൽ ആരും ഒന്നും മോഹിക്കുമല്ലോ. സുന്ദരനാണ്, സുമുഖനാണ്, നല്ല ദീനിച്ചിട്ടുള്ള ആളാണ്, എല്ലാം ഒത്തുണ്ടെങ്കിൽ ആളാണ്, നല്ലോണം അധ്വാനിക്കുന്ന ആളാണ്, ഒക്കെ കണക്കന്നല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ എൻ്റെ കുട്ടീൻ്റെ ഒപ്പം ജീവിക്കാൻ ഒരു പൂതി ഞമ്മക്ക്. എന്നാൽ ഉമ്മാനോട് ഒരുത്തി പറഞ്ഞിരുന്നു, നിങ്ങളെ മോനെ എൻ്റെ മോളെ കൊണ്ട് കെട്ടിക്കോ എന്നുള്ളത്, നമുക്ക് അതൊന്ന് കാണാൻ പോയാലോ? എന്നാൽ ഷമീറിന് ഉത്തരമുണ്ടായിരുന്നില്ല. അവനൊന്നും മിണ്ടിയില്ല. ഉമ്മ, മോനെ പഴയതൊക്കെ മറന്നേക്ക്, സീനത്തിനെ മറന്നേക്ക്, ഇനി വേണ്ട. കാരണം ഓല അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും ഓല കാല് പിടിക്കുന്നത് ശരിയല്ല കേട്ടോ. നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ, ഓലെ ബാപ്പാനോട് പറയാൻ ഏൽപ്പിച്ചും ചെയ്തു. പിന്നെ ഇപ്പോൾ വാപ്പ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും നമ്മളോല പിന്നാലെ പോകുന്നത് ശരിയല്ല.
എന്നാൽ ആ രാത്രിയിൽ അതാ അവൻ പൊട്ടിക്കരയുകയായിരുന്നു. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവൾ മാത്രമായിരുന്നു. അവന് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അത്. അതെ, വേണ്ടെന്ന് പറഞ്ഞത്, വിവാഹം വേണ്ടെന്ന് വെച്ചത്, അവന് പ്രതീക്ഷയോട് ആകാംക്ഷയോട് ഷെഫി ഉസ്താദാണ് എന്നോട് പറഞ്ഞത്. അത് നിക്കാഹിന് വരെ നേതൃത്വം നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷെഫി ഉസ്താദാണ് എന്നോട് അവളെ സ്വീകരിക്കാനും അവളെ സംരക്ഷിക്കുവാനും പറഞ്ഞത്. എന്നിട്ടിപ്പോൾ അവന് വല്ലാത്ത വിഷമായിരുന്നു. ആ രാത്രിയിൽ അവൻ്റെ തലയിണകൾ അതാ നനഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുനീർ തുള്ളികൾ തലയിണയിലേക്ക് പടർന്നുകൊണ്ടിരുന്നു. ഷമീറിന് വല്ലാത്ത വിഷമുണ്ട്. അത് അവർ ആ വിവാഹം വേണ്ടെന്ന് വെച്ചതിൽ. എന്തായിരിക്കും ഇനി ഷമീറിൻ്റെ അവസ്ഥ? ഷമീറിനെ ഉമ്മ വേറൊരു പെണ്ണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമോ? ഷമീർ അവൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് മറ്റൊരു വീട്ടിലേക്ക് പുതിയാപ്പിള ഇറങ്ങുമോ? മറ്റൊരു പെണ്ണിനെ നിക്കാഹ് കഴിക്കുമോ? എന്തായിരിക്കും? നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.